ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സൃഷ്ടി എന്നൊരു കൺസെപ്റ്റിലല്ല ഈ ഒരു പടം ഇവർ എടുത്തു വെച്ചേക്കുന്നത്, നമുക്ക് ഇവർ തരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഓരോ രൂപയും മുതലാണ്. പണിയെടുത്ത് കുടുംബം നോക്കുന്നവനാണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ജീവിക്കുന്നവനായിരുന്നു നീ എന്നുണ്ടെങ്കിൽ നീ സ്വർണ്ണം മേടിച്ച് കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പെണ്ണിന്റെ സ്വർണ്ണം കിട്ടിയിട്ടാണോ നിനക്ക് തിന്നാൻ എന്നുള്ളൊരു പോയിന്റ്. കറക്റ്റ് ഡയലോഗ് ഇങ്ങനെയല്ല കേട്ടോ, പക്ഷേ ഈ ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. ആ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ മരിയാനോ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ സ്വർണ്ണേഷ് പൊട്ടുന്നു, പിന്നെ അവൻ വേറൊരു കാടനായിട്ട് മാറുന്നു. ആ ഒരു സാധനമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ കല്യാണമാണെങ്കിൽ 0 ഗോൾഡ് വെഡിങ് ആയിരുന്നു, അതേപോലെ 0 ആൽക്കഹോൾ 0 ജാതകമായിരുന്നു. അതിന്റെ പേരിൽ ഒത്തിരി ബുള്ളിയും കളിയാക്കലും ഒക്കെ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. കല്യാണം എന്ന് പറയുന്ന സാധനം രണ്ട് വ്യക്തികളുടെ ഉള്ളിലോ രണ്ട് ഫാമിലീസിന്റെ ഉള്ളിലോ അല്ല, നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന വലയം, സമൂഹം അതായത് നാട്ടുകാരെന്ന് പറയുന്ന വലയം, ഈ ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയാണ്. ഇപ്പൊ കല്യാണത്തിന് സ്വർണം ചെക്കൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിലും കൊടുക്കാണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ അവൻ ലാസ്റ്റ് അവന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ സ്വഭാവം മാറി നമ്മുടെ കയ്യില് കണക്ക് ചോദിച്ചേക്കാം. കല്യാണ സമയത്ത് കുറെ എണ്ണം വരും, തിന്നാൻ വേണ്ടി മാത്രമല്ല, വന്നിട്ട് എന്തൊക്കെ കുറ്റമുണ്ടോ, ഇതെന്താടേ പെണ്ണിന് എന്താ ഒന്നും കൊടുത്തില്ല, ഇത്രയും കാലം ഇവളുടെ തന്ത എന്തിനാ പണിയെടുത്തത്, ഇത്രയും കാലം അവളുടെ തന്ത ജീവിച്ചത് അവളെ കെട്ടിച്ചു വിടുന്നവന് കോരി വാരി എടുത്തു കൊടുക്കാനാണോ, അല്ലെ അങ്ങനെ കിട്ടിയിട്ടാണോ ചെക്കന് ജീവിക്കാൻ, ചെക്കന്റെ കടം തീരാൻ? അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ മാറണം എന്നൊരു ചൂണ്ടിക്കാട്ടലും കൂടെയാണ് ഈ ഒരു സിനിമ വരുന്നത്. നമ്മുടെ ലൈഫിലും നമ്മൾ അങ്ങനെ ഒരു ചൂണ്ടിക്കാട്ടൽ തന്നെയാണ് ചെയ്തത്.